ഒന്ന് ശ്രീ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ ബോർഡിലേക്കുള്ള പ്രവേശനം അത് നമ്മൾ വെറുതെ കാണാൻ പറ്റിയില്ല. NSSനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനവും. നമസ്കാരം. വളരെ നാളത്തെ ഒരാഗ്രഹമാണ് നായർ വൈബ്സിൽ അങ്ങയെ ഒരു അതിഥിയായി കിട്ടുക എന്നുള്ളത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാധ്യതമാകുമ്പോൾ സംഘടന വളരെ കലാപത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് അകത്തെ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർക്ക് മനസ്സിലാവുക. പുറത്തു വരേണ്ടാത്ത കാര്യങ്ങൾ ഒത്തിരി പലപ്പോഴും പുറത്തു വരികയും അകത്തൊരുങ്ങേണ്ട കാര്യങ്ങൾ നാട് നീളെ പരക്കുകയും ധാരാളം കള്ളങ്ങൾ പാടി പറഞ്ഞു നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയായി നായർ സർവീസ് സൊസൈറ്റി അധപ്പതിച്ചു എന്ന് ജനം വിലയിരുത്തുന്ന ഒരു കാലഘട്ടമാണ്. അത് വെളിയിലൂടെ നടക്കുന്നവർക്ക് അറിയുകയും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സമീപകാലത്തുണ്ടായ പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെക്കുറിച്ച് അങ്ങ് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഒരു സാധാരണ അരയോഗ പ്രവർത്തകനോ യൂണിയൻ പ്രവർത്തകനോ അല്ലെ സമുദായ അംഗത്തിൻ്റെയോ ഒരു മനസ്ഥിതി അറിഞ്ഞുകൊണ്ട് അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? ഒരു കാര്യം സാറ് പറഞ്ഞത് ശരിയാണ്. ഈ സംഘടന വലിയ അരക്ഷിതാവസ്ഥയിലാണ്. ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി CG സുകുമാരൻ നായർ സാർ. ഒരു സംഘടനയാണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്നാണ്. സ്വത്ത് സമ്പാദിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് കൊണ്ടു നടത്താൻ പറ്റുന്ന ഒരു പിൻഗാമി ഉണ്ടാക്കുക. അത് നമ്മളൊരു കുടുംബത്തിലാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. നായർ സർവീസ് സൊസൈറ്റിയിലും അങ്ങനെയായിരുന്നു. ആചാര്യൻ മരിച്ചുപോയത് NSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടല്ല. അദ്ദേഹത്തിന് ആരോഗ്യമുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നത് കണ്ടതിന് ശേഷം അദ്ദേഹം മൺമറഞ്ഞു. നോക്കൂ, നാരായണ പണിക്കർ സാറിൻ്റെ കാലത്ത് ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. നാരായണ പണിക്കർ സാറിന് ശേഷം ആരായിരിക്കും ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ ഈ സമുദായത്തിനോ പൊതുസമൂഹത്തിനോ യാതൊരു സംശയവുമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടുകളായി ഈ സംഘടന ആര് നയിക്കൂ? ഷഷ്ടിപൂർത്തി കഴിഞ്ഞ, അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ, അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞ 56 അതെ ഒരു ജനറൽ സെക്രട്ടറി. സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിക്കും ആരായിരിക്കും ഈ സംഘടനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതിനകത്തൊരു ആകാംക്ഷ ഉണ്ടാകും, ആരായിരിക്കും. പക്ഷേ അത് ആ സ്ഥാനത്തിരുന്ന ആളുടെ ഉത്തരവാദിത്വമായിരുന്നു. അദ്ദേഹം വളരെ മനഃപൂർവ്വം അത് ചെയ്തില്ല. അപ്പോഴാണ് ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇത് പൊതുസമൂഹത്തിൽ എപ്പോഴാണ് ചർച്ചയ്ക്ക് വരുന്നത്? അന്നേരം ചർച്ചയ്ക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ തോന്നുന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ മക്കളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം. ആരെ കുറ്റം പറയാൻ പറ്റില്ല, സ്വാഭാവികമായും ഉണ്ടാവും. ഇത് കൂടുതൽ ബലപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ പിന്നീടുണ്ടായ പല കാര്യങ്ങളും. മകള് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു കഴിഞ്ഞ ഉടൻ വന്ന് NSSന്റെ ആ സ്ഥാനത്ത് വളരെ തന്ത്രപ്രധാനമായ ഒരു പദവി കൊടുക്കുന്നു. മറ്റൊരു മകൻ ബാങ്കിൽ നിന്നും വിരമിക്കുന്നു. വിരമിച്ചിട്ട് ഈ സംഘടനയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു കരയോഗം പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ടല്ല, ഒരു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് പ്രവേശിക്കുന്നത്. മക്കൾക്കൊക്കെ ഈ സംഘടനയിൽ വലിയ സ്ഥാനം ലഭിക്കുന്നു. അതേസമയം മക്കൾക്കെതിരായി ഒത്തിരി ആരോപണങ്ങൾ വരുന്നു, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. സ്വാഭാവികമായും ഒരു സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയെ വ്യക്തിപരമായി ഉണ്ടാകുന്ന മുഴുവൻ ആക്ഷേപങ്ങളും ഈ സമൂഹത്തെ സമുദായത്തെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, അങ്ങനെ ഏത് ഭരണാധികാരിയെക്കുറിച്ചും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഏകാധിപതികൾ മാത്രമല്ലേ വിശദീകരണം നൽകാതെ മൗനം പാലിക്കുന്നുള്ളൂ? എവിടെയാണെങ്കിലും അല്ലാത്തവർ സമുദായ അംഗങ്ങൾക്ക് ഇതാണ് സംഭവിക്കുന്നത്, ഇന്നതാണ് ആരോപണങ്ങൾ, ഇന്നതാണ് നിജസ്ഥിതി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. 2, ഈ അടുത്ത അങ്ങ് തെരഞ്ഞെടുപ്പ് പുതിയ ആൾക്കാർ വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ സമീപകാലത്ത് കണ്ടതാണ് ഒരു പോപ്പ് റോമൻ കത്തോലിക്ക സഭയുടെ ലോക അധ്യക്ഷനായിട്ടുള്ള പരമപൂജ്യനായ മാർപ്പാപ്പ ദിവംഗതനാകുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ സിസ്റ്റൈൻ ചാപ്പലിൽ 133 കർദിനാൾമാർ ചേരുന്നു. ജനാധിപത്യപരമായി 3, 4, 5 ദിവസത്തെ ചർച്ചകൾ നടത്തുന്നു. അല്ലെങ്കിൽ ഇത് 2 ദിവസം കൊണ്ട് അത് തീർന്നു എന്ന് വിചാരിക്കുക. എന്നാലും വലിയ 3-2 ഭൂരിപക്ഷം കിട്ടിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. നമ്മുടെ സമുദായത്തിൽ മാത്രമേ എന്തേ സാർ ഒരു 3 മിനിറ്റ് കൊണ്ട് എല്ലാം അവസാനിക്കുകയാണ്, അടുത്ത ആൾ വരികയാണ്, അങ്ങേര് എത്ര നാളെന്നുള്ളത് അറിയാൻ മേലെ. ഇങ്ങനെ ആകെപ്പാടെ അങ്ങ് സൂചിപ്പിച്ചതിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഞാൻ സംശയം ചോദിച്ചു എന്ന് മാത്രം. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് ഈ ഒരു അനിശ്ചിതത്വം മുതലെടുത്തുകൊണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി ഒത്തിരി ആളുകൾ സ്വപ്നം കാണുകയും ആ സ്ഥാനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും
അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത് പക്ഷേ പ്രധാന ഭരണാധികാരി കാണുന്നില്ല. ഇത് ഒരു വലിയ ഒരു വിപ്ലവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സംഘടനയെ മാറ്റും. സാറ് പറഞ്ഞതുപോലെ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രക്രിയ സാറ് പറഞ്ഞു. അതിനേക്കാളൊക്കെ സുന്ദരമായൊരു പ്രക്രിയ ഈ സംഘടനയ്ക്കകത്തുണ്ട്. ഏറ്റവും നായർ സമൂഹത്തിലെ ഏറ്റവും കരുത്തനായ ആൾ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റുന്ന രീതിയിലാണ് ഈ സംഘടനാ സംവിധാനം. അതാണ് ഓരോ കരയോഗത്തിൽ നിന്നും ഇലക്ട്രൽ മെമ്പർ. ഒരു കരയോഗത്തിലെ 10-100 കുടുംബങ്ങളിലെ നായന്മാർ ഒന്നിച്ചിരുന്നിട്ട് ആ കരയോഗത്തിലെ ഏറ്റവും കൊള്ളാവുന്നയാളിനെ ഇലക്ട്രൽ മെമ്പറാക്കുന്നു. ഒരു താലൂക്ക് യൂണിയനിൽ 100 കരയോഗം ഉണ്ടെങ്കിൽ 100 ഇലക്ട്രൽ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ ആ താലൂക്ക് യൂണിയനിലെ ഏറ്റവും കൊള്ളാവുന്ന 100 പേർ ഇലക്ട്രൽ മെമ്പർ എന്നൊരു തടയിലേക്ക് വന്നു കഴിഞ്ഞു. കർദിനാളിന് ഏകദേശം അതെ, അങ്ങനെ കേരളത്തിലുള്ള 5800 കരയോഗത്തിലെ ഏറ്റവും പ്രഗത്ഭരായ 5800 നായന്മാർ. ആ പ്രഗത്ഭരായ 5800 നായന്മാരിൽ നിന്ന് 27 പ്രഗത്ഭരായ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. ആ 27 പ്രഗത്ഭരിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനായ ആൾ ജനറൽ സെക്രട്ടറി. എത്ര സുന്ദരമായി നടക്കാത്ത സ്വപ്നം. അതായിരുന്നു ആചാര്യന്റെ സ്വപ്നം. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്നത്തെ NSSന്റെ പ്രതിസഭയിലെ 300 പേരിൽ ഇവരാരും അതിന്റെ പടിപ്പുറത്ത് പോലും കാണുകയില്ല. തീർച്ചയായും. കാരണം നമുക്ക് ഒറ്റയടിക്ക് കേരളത്തിലെ നായന്മാരുടെ ഒരു പേര് പറയാൻ പറഞ്ഞാൽ എനിക്കും സാറിനും ഒക്കെ ഒറ്റ ശ്വാസത്തിൽ ഒരു 100 പ്രഗത്ഭരുടെ പേര് പറയാൻ പറ്റും. സിനിമാ രംഗത്തെ പ്രഗത്ഭർ, ശാസ്ത്രലോകത്തെ പ്രഗത്ഭർ, അതുപോലെ രാഷ്ട്രീയത്തിലെ പ്രഗത്ഭർ, സാഹിത്യത്തിലെ പ്രഗത്ഭർ, എത്ര പേരാണ് ഇത്ര ശേഷിയുള്ളൊരു സമുദായം. പക്ഷെ നമ്മൾ ഈ പറയുന്ന പേരുകാരൊന്നും ഈ സംഘടനയുമായി പുനബന്ധം പോലും പുലർത്തുന്നവരല്ല. കാരണം അവരൊക്കെ അത്രമാത്രം ഇതിനെ വെറുത്തതിന്റെ കാരണം സംഘടനയുടെ കുഴപ്പം കൊണ്ടല്ല, കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായി ഈ സംഘടനയുടെ പ്രവർത്തനം അങ്ങനെ. ഇതിനിടയ്ക്ക് വലിയൊരു രസം എനിക്ക് തോന്നിയതാണ്, ശരിയാണോ എന്നറിയില്ല. നമ്മളുടെ ജനറൽ സെക്രട്ടറി ആശുപത്രിയിലായിരുന്നു, ഒരു വീഴ്ച കൊണ്ട്. അദ്ദേഹം ആശുപത്രിയിലായിരിക്കുമ്പോൾ പണ്ട് നമ്മൾ ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു വലിയ വീഴ്ചയിലായി, ആശുപത്രിയിലായി. അന്ന് അവിടെ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നത് മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്ന ഒരു സംഭവം. തോഴിയായ ശശികല, പിന്നെ അവരുടെ കുടുംബത്തിലെ 2-3 പേര്, ആരുടെ കുടുംബത്തിലെ, ശശികലയുടെ കുടുംബത്തിലെ കുറേ പേര്, വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശം. ഏറ്റവും വലിയ നേതാക്കൾ 1-2-3 പേർക്ക് മാത്രം അതിനകത്ത് പ്രവേശം. അവർ 1-2 മിനിറ്റുകൾ, അവർ വോട്ടിന് വേണ്ടിയാണ്. ജയലളിതാമ്മയെ ഞങ്ങൾ പോയി കണ്ടു എന്ന് പറഞ്ഞ് വോട്ടിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ നേതാക്കൾ 2-3 പേർ, വേറെ ആർക്കും പ്രവേശനമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ല. അതിൻ്റെ ഒരു പുനരാവർത്തനമാണ് കേരളത്തിലെ ജനങ്ങൾ സമീപകാല സംഭവത്തിൽ കണ്ടത്. മന്നാർഗുഡിയ മാഫിയയ്ക്ക് പകരം ചങ്ങനാശ്ശേരിയിലെ ഒരു ഭീകര മാഫിയ, എല്ലാ ചങ്ങനാശ്ശേരിക്കാരും അല്ല. ശശികലയ്ക്ക് പകരം മറ്റൊരാൾ, പിന്നെ ബാക്കിയുള്ളവർക്ക് പകരം മറ്റ് കൃത്യമായും നമ്മൾക്ക് നോക്കിയെടുക്കാവുന്ന രീതി. എന്തിനാണ് ഇദ്ദേഹത്തെ നമ്മളിൽ നിന്നൊക്കെ അകറ്റി വെക്കുന്നത്? ഓരോരുത്തർക്കും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുള്ള ഒരു സമുദായം, ഏറ്റവും പ്രഗത്ഭരായ സമുദായത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ രംഗത്തും നിറയിൽ നിൽക്കുന്നവരിൽ ഒരാളെങ്കിലും അദ്ദേഹത്തെ കാണാൻ ചെല്ലുകയോ അല്ലെ ചെന്നവരെ അനുവദിക്കുകയോ ഒന്നും ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അങ്ങേക്കൊന്ന് വിശകലനം ചെയ്ത് പറയാമോ? ദീർഘകാല പാരമ്പര്യമുണ്ട്. അങ്ങ് തന്നെ ഒരു ഹൈറേഞ്ച് യൂണിയനെ ഏറ്റവും നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങേക്ക് പോലും കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഈ സംഘടനയുടെ ഒരു വലിയ അപജയമാണ്. നമുക്കിത് കഴിഞ്ഞ 4-5 പതിറ്റാണ്ടായി ഇതിൽ മനസ്സുമടുത്തവരാണ് സമുദായം. അങ്ങോട്ട് ചെല്ലാൻ പേടിയാ, ഒന്ന് അനുവദിക്കൂല്ലയോ? നമുക്ക് മന്നത്താചാര്യന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ ആചാര്യന്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് പോകാൻ പറ്റുന്നില്ല. അവർക്കൊരാശങ്ക, ചെന്നാൽ തുറന്നു തരുമോ ഇല്ലയോ? എത്ര വിഷയങ്ങളുണ്ടായി. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ അവിടെ ആചാര്യന്റെ ഒരു അന്ത്യവിശ്രമ സ്ഥലത്ത് ഒരു പുഷ്പാർച്ചന നടത്തണം എന്നൊരു നായർ സമുദായത്തിന്റെ ഒരു പ്രഗത്ഭൻ വിചാരിച്ചാൽ ഒരു സംശയം അവിടെ ചെന്നാൽ കടത്തി വിടുവോ ഇല്ലയോ? ഒരു വ്യക്തിയുടെ തീരുമാനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകണം. ഇത് ആ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. അതുപോലെ സാർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, സുകുമാരൻ നായർ സാർ NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു അപകടം ഉണ്ടായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് ഒരു വാർത്തയാണ്. ആ വാർത്ത ജനങ്ങളുടെ ഇടയിൽ അഭ്യൂഹം ഉണ്ടാകാത്ത രീതിയിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷെ ആരും അത് ചെയ്തില്ല. NSSുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വരണമെങ്കിൽ അത് ഇദ്ദേഹം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത വാർത്തയെ NSSുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കും. അതാണ് ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ് തലത്തിലും മാധ്യമത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം. ഈ സ്വാധീനമാണ് ഈ സംഘടനയ്ക്ക് ഇത്രമാത്രം അപജയമുണ്ടാക്കിയതും ഇദ്ദേഹത്തെ ഇത്രമാത്രം വഷളനാക്കിയതും അദ്ദേഹത്തിൻ്റെ ഈ സ്വാധീനങ്ങളാണ്. അല്ലെ, ഈ ആശുപത്രിവാസത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല ബാങ്കുകളിൽ മക്കൾ കയറി, പല ബാങ്കുകളിൽ. അതിലൊരു ബാങ്കാണ് സമീപകാലത്ത് ഇപ്പോൾ വാർത്തകളിലെങ്ങും അതില്ല, ഈ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്.
നായർ സർവീസ് സൊസൈറ്റിയുടെ ഒഫീഷ്യൽ ബാങ്കേഴ്സ് ധനലക്ഷ്മിയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ഏത് മീറ്റിംഗ് കൂടിയിട്ടാണെന്നറിയാമല്ലോ, 7-ാം തീയതി മറ്റേ കൗൺസിലോ ഡയറക്ടർ ബോർഡോ ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞിറങ്ങി. അപ്പോൾ അതിനു മുമ്പ് തന്നെ എല്ലാ ഔദ്യോഗിക അക്കൗണ്ടുകളും അവിടെ നിന്ന് മാറ്റണം, ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റണം, കോളേജുകൾ മാറ്റണം, സ്കൂളുകൾ മാറ്റണം, പ്രിൻസിപ്പൽമാരെ പീഡിപ്പിക്കുന്നു, അധ്യാപകരെ പീഡിപ്പിക്കുന്നു, അവിടുത്തെ ഓഫീസ് ജീവനക്കാർക്ക്, ഹെഡ് ക്വാർട്ടേഴ്സിലെ ഓഫീസ് ജീവനക്കാർക്ക് ഒരു വ്യാഴാഴ്ച കിട്ടേണ്ട ശമ്പളം അടുത്ത തിങ്കളാഴ്ച പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതുങ്ങളെല്ലാം പാവങ്ങൾ 10,000-5,000 രൂപ കിട്ടും, അതിന് ലോണിനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പലിശ കൊടുക്കാൻ പോലും ഇല്ലാത്ത അതുങ്ങളെ വരെ പീഡിപ്പിക്കേണ്ടത് മാറ്റി. തിരക്ക് വന്നപ്പോൾ എന്താണെന്നറിയുക, ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാൻ മുൻപ് നമ്മളുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്ന ശ്രീ കലഞ്ഞൂർ മധു അവറുകളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദ്രോഹം ചെയ്തു എന്നാണ് പറയുക. എൻ്റെ മക്കളെ അങ്ങേര് ദ്രോഹിച്ചു. തിരക്ക് വന്നപ്പോഴെന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു മകൻ കലാശലിംഗം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഹിസ്റ്ററി പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അവിടെ ജോലിക്ക് കയറുകയും, ജോലിക്ക് കയറുമ്പോൾ അത് വേണ്ടായിരുന്നു, പിന്നെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് മേടിക്കുകയും, ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നതാണ്, സമൂഹം നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ജോലി മേടിച്ചു, മാനേജറായി കഴിഞ്ഞപ്പോഴത്തേക്ക് മാനേജർ പോസ്റ്റിലേക്ക് ഇത് കൺഫേം ചെയ്യണമെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുത്തു വരുമ്പോഴാണ് കലാശലിംഗം സർവകലാശാലയിൽ ഇദ്ദേഹം പാസ്സായ വർഷം ഹിസ്റ്ററിക്ക് ഇങ്ങനെ ഒരാൾ പാസ്സായിട്ടില്ല എന്നൊരു വിവരം ധനലക്ഷ്മി ബാങ്കിന്റെ വിജിലൻസ് വിഭാഗം കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി വരൂ എന്ന് പറഞ്ഞ ആ മിനിറ്റിൽ രാജിയാണ് ഉണ്ടാകുന്നത്. തൊട്ടു പുറകെ അദ്ദേഹത്തിന്റെ കുടുംബാംഗവും അവിടെ നിന്ന് രാജിവെക്കുന്നു. അവിടെയൊക്കെ നിൽക്കാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും, സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ മകളെ കുറിച്ചും ആക്ഷേപങ്ങളുണ്ട്, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ, അതൊക്കെ എല്ലാവരും സർട്ടിഫിക്കറ്റ് സഹിതം നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനകത്തൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ നൽകാതെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന്, ബാങ്ക് ഏതുമായിക്കൊള്ളട്ടെ, ആരോടും ആലോചിക്കാതെ ഞാൻ വിചാരിച്ചാൽ നാളെ എല്ലാ അക്കൗണ്ടുകളും മാറ്റിക്കും മറിപ്പിക്കും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം, അത് സമുദായത്തിന് എന്തുമാത്രം ദോഷകരമായി ഭാവിക്കും. ശ്രീമാൻ കലഞ്ഞൂർ മധു, അദ്ദേഹത്തോടും എനിക്ക് വലിയ ശക്തമായ ഏട്ടത്വവും വലിയ ശക്തമായ എതിർപ്പുണ്ട്. ഇതറിഞ്ഞതിന് ശേഷം, ഇതൊരു വ്യാജ ഡിഗ്രിയാണെന്ന് അറിഞ്ഞതിന് ശേഷവും ഈ ഡിഗ്രി ഒറിജിനൽ കൊണ്ടുവരാതെ വന്നപ്പോൾ ഈ രാജി സമർപ്പിക്കപ്പെടുന്നു. ഇതറിയാവുന്ന ശ്രീ കലഞ്ഞൂർ മധു ചെയ്തത് എന്തെന്നറിയുമോ? ആ രാജി അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇത്രയും കാലം മാനേജറുടെ ശമ്പളം മേടിച്ചെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ രാജി അനുവദിക്കുകയായിരുന്നില്ല ചെയ്യേണ്ടത്. അദ്ദേഹം അതിന് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇവർക്കെതിരെ നിയമ നടപടി, അവിടെയും അദ്ദേഹവും അവർക്ക് അനുകൂലം ആയി നിന്നിട്ടും അദ്ദേഹത്തെ പഴി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യിക്കാണ് ഉണ്ടാകുന്നത്? ഇത്രയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, ട്രാൻസ്ഫർ ചെയ്യുക. എന്താണ് സാർ ഇതൊക്കെ? അന്ന് ദീർഘകാലം ഇതിന്റെ തലപ്പത്ത് ഒരു യൂണിയനെ സമരരംഗത്തും അല്ലാതെയും നേർവഴിക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ ഇത് എങ്ങോട്ടാണ് നമ്മളുടെ സംഘടനയുടെ? ഇദ്ദേഹം ചെയ്തു കൂട്ടിയിട്ടുള്ള പാപഭാരങ്ങൾ അത്രമാത്രമുണ്ട്. മനസ്സ് നൊന്തു പുറത്തുപോയ നിരവധി ആളുകൾ, അവരുടെ പ്രായം, അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ, അവരുടെ കുടുംബ പാരമ്പര്യം, ഇതൊന്നും വകവയ്ക്കാതെ എത്രയോ നായർ സമുദായത്തിലെ പ്രഗത്ഭരെയും പ്രശസ്തരെയും മനസ്സ് നോവിച്ച് അതിന്റെ പടി കടത്തി വിട്ടിട്ടുണ്ട്. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാർ മുതൽ ഇങ്ങോട്ട് എത്ര പേർ. തീർച്ചയായും ആ ശാപം ഇദ്ദേഹത്തെ വിട്ടു പോവുകയില്ല. അതുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിൽ അനവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ ക്ഷിപ്രകോപത്തിൽ നിന്നുണ്ടാകുന്ന ചില റിയാക്ഷനുകൾ അദ്ദേഹത്തിന് അത് വലിയ വിനയായി മാറും. ഇതിനകത്ത് സാർ പറഞ്ഞൊരു കാര്യം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ കലഞ്ഞൂർ മധു ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാനായ പിറ്റേ ദിവസം ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുമായി അറിയാവുന്ന ഒരാൾ കലഞ്ഞൂർ മധുവിന് പരാതി വെച്ചു. ഇതുപോലെ ഇത് വ്യാജ സർട്ടിഫിക്കറ്റാണ്, നടപടിയെടുക്കണം. ആ ഒരു മാസമായിട്ട് നടപടി എടുക്കാഞ്ഞപ്പം ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഈ കലഞ്ഞൂർ മധുവിനെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒരു കൃത്യമായ പരാതി ഞാൻ കൊടുത്തിട്ട് അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ കലഞ്ഞൂർ മധുവിനെ വിളിച്ചു, ചേട്ടാ പിന്നെ 1 മണിക്കൂർ ഞാൻ ചെയ്യുകയില്ല, ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാനത് ചെയ്യുകയില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിന് അറിയാൻ മാഞ്ഞിട്ടും അദ്ദേഹം മൂടി മറിച്ച് വെച്ചിരുന്ന ഒരു വിഷയം. പക്ഷെ നോക്കൂ, അതിനകത്തൊരു ഈ വിഷയം അവർ രാജിവെച്ചു. ഈ വിഷയം എങ്ങനെ പുറത്തറിഞ്ഞ്? ഈ ബാങ്കിലെ അക്കൗണ്ടുകൾ പിൻവലിച്ചപ്പോഴാണ് ഇത് വാർത്തയായതും ചർച്ചയായതും. അല്ലെങ്കിൽ സുകുമാരൻ നായർ സാറിന്റെ മകനും മകളും രാജിവെച്ചു പോയി, പ്രായമായി അസുഖമായി പോയി എന്ന് കരുതുപോലായിരുന്നു. ഒരു വാർത്തയാക്കിയത് അദ്ദേഹം. എത്ര ബാലിശമായ പ്രവൃത്തി അദ്ദേഹം ചെയ്തേ. ആളുകളുടെ സാലറി അക്കൗണ്ട് പോലും. എന്നോട് എനിക്ക് സുഹൃത്തുക്കളായിട്ട് ധനലക്ഷ്മി ബാങ്കിലെ ചില മാനേജർമാരെ വിളിച്ചു പറഞ്ഞു, രാവിലെ ബാങ്ക് തുറക്കുമ്പോൾ
നായന്മാരുടെ ക്യൂവാ, അത് യൂണിയൻ പ്രസിഡന്റും കരയോഗ പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിൽക്കുക. എന്നെ എന്ന് ചോദിച്ചാൽ അക്കൗണ്ട് പിൻവലിക്കുക. ഉച്ചയ്ക്ക് മുമ്പ് അക്കൗണ്ട് പിൻവലിച്ച് അദ്ദേഹത്തെ അറിയിച്ച് അദ്ദേഹത്തിന്റെ ഒരു സംതൃപ്തി നേടുക. അതെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഇങ്ങനെ ബാലിശമായ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് വിനയായിട്ടുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇപ്പം നമ്മളുടെ നിൽപ്പ് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയുണ്ടായി. 3-4 മിനിറ്റുകൾ മാത്രം നീണ്ട ഒരു ഭയങ്കര ചർച്ചയ്ക്കും ഭയങ്കരമായ ആലോചനകൾക്കും ഒക്കെ ശേഷം ഒരാളെ കൊണ്ടുവന്ന് വെച്ചു. ഈ സുകുമാരൻ നായർ സാറിനെ ഞാൻ വ്യക്തിപരമായി അല്പം പരിചയമുള്ളപ്പോൾ ഈ പറയുന്ന സെക്രട്ടറിയെ വളരെ ജുഗുപ്സാവകമായ ആരോപണങ്ങൾ, അത് ചങ്ങനാശ്ശേരിയിൽ എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല, പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും കേൾക്കാൻ അറയ്ക്കാത്ത കാര്യങ്ങൾ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. അത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു മനുഷ്യനെ ആക്ഷേപിച്ച് അവഹേളിച്ച് വരുന്നവരോടും പോകുന്നവരോടും എല്ലാം അങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യനെ ഈ ഒരു നിമിഷം കൊണ്ട് സെക്രട്ടറിയാക്കി വെച്ചിരിക്കുന്നത് മറ്റൊരു ദൈവപുത്രിക്ക് വീഥി ഒരുക്കുവാനാണ്, അല്ലെ ദൈവപുത്രന് വീഥി ഒരുക്കുവാൻ തൽക്കാലം കൊണ്ടുവന്ന് വെച്ചു. ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ വളരെ എളുപ്പമാണെന്നും ആ ആരോപണത്തിന്റെ ബലത്തിൽ വലിയ വഴക്കമില്ലാതെ എടുത്തു കളയുമെന്നും പിന്നീട് ആ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിന് ഒരു സയന്റിറ്റി നേടുകയും അങ്ങോട്ട് വേണ്ടപ്പെട്ടവരെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് അചിരേണ സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും എന്ന് ഒരു ഊഹം പല ആൾക്കാരും പങ്കുവെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ ഈ വലിയ അൽസേഷൻ നായൊക്കെ വന്ധ്യീകരിച്ച് വീട്ടിൽ നിർത്തുന്നത് പോലെ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി അവിടെ വന്ധ്യീകരിച്ച് നിർത്തിയേക്കുന്ന ഒരാൾ അദ്ദേഹം. ഒരിക്കൽ എൻ്റെ ഒരു സാന്നിധ്യത്തിൽ വളരെ മോശമായി ഇദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ കഴിച്ച് ഞങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, ഹരിചേട്ടനോട് നല്ല ബന്ധമാണ്. അപ്പൊ ഞാൻ അതിനെ ചോദിച്ചു, എന്താ ചേട്ടന് ദൈവം 6-6 അടി പൊക്കം, 110 കിലോ തൂക്കം, നല്ല വണ്ണം, നല്ല പേഴ്സണാലിറ്റി, നല്ല കുടുംബമാഹിമ, ഇതെല്ലാം തന്നിട്ടും നല്ല വിദ്യാർത്ഥി നേതാവ് DSUവിന്റെ പിന്നെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ചേട്ടന് ഈ ഒരു ഗതികേട് വന്നല്ലോ ഇവിടെ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് നല്ലതാ, അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകും. നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകണ്ടേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ചില ആളുകളുടെ ജോലിയും നേരെയും ചില കാര്യങ്ങളൊക്കെ നടത്തി കിട്ടുന്ന ഒരു വിധേയത്വത്തിന്റെ പേരിലാണ് നിൽക്കുവാൻ വിധിക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് ഇപ്പൊ പോലും നാളെ ഹരികുമാർ പോയിക്കുന്നോട് നീച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉണ്ടാകുന്ന വീട്ടിൽ പോയിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും സേഫായി ആ സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരു തൽക്കാലത്തേക്ക് ഒരു മുട്ടുശാന്തി എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷെ ഹരിച്ചേട്ടനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിന് 2 പതിറ്റാണ്ട് മുമ്പ് കിട്ടേണ്ടതായിരിക്കും. കാരണം നിരവധി പതിറ്റാണ്ടുകളായി ഒത്തിരി സമയം അതിന്റെ മുറ്റത്ത് നിന്ന് ചെലവാക്കുന്നയാളെ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ. അതോടൊപ്പം തന്നെ അന്യായമായി ഇദ്ദേഹത്തെ ന്യായീകരിക്കും. അതെ അന്യായമായി ആത്മനിന്ദ കൊണ്ട് ഉള്ള ഒരു മനുഷ്യനാണ്. ആ ആത്മനിന്ദ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ ന്യായീകരിക്കും. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാര്യയ്ക്കും പിള്ളേർക്കും പോലും തോന്നി ഈ മനുഷ്യനെ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നും. പക്ഷെ ഇത് അദ്ദേഹത്തിന് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. അത് വൈകിയാണെങ്കിലും കിട്ടുക എനിക്ക് വ്യക്തിപരമായി സന്തോഷം. എനിക്കൊക്കെ സന്തോഷമുണ്ട്. കാരണം ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ വെറുതെ അനർഹമായി ചീത്ത കേൾക്കുക, അനർഹമായി അപവാദം കേൾക്കുക, അതും ആ ഒരു സമുദായത്തിന്റെ കുലോത്തമനിൽ നിന്നാണ് ഇതെല്ലാം കേൾക്കുന്നത്. അപ്പോ അത് അങ്ങനെ ഒരു സംഭവം. ഏതായാലും ഈ സമുദായത്തിന്റെ ഇനി ആർക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ 2-3 ആഴ്ചക്കാലമായി ചർച്ച വളരെ സജീവമാണ്. ആര് ഈ സംഘടനയെ നന്നായി കൊണ്ടുപോകും? എന്നോട് ചോദിക്കാറുണ്ട് പലരും, നിങ്ങളിതൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ആര് കൊണ്ടുപോകും? ഞാൻ മനസ്സിലാക്കും സാർ, ഒന്ന് ശ്രീ KB ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടർ ബോർഡിലേക്കുള്ള പ്രവേശനം അത് നമ്മൾ വെറുതെ കാണാൻ പറ്റിയല്ല. ഒന്ന്, ഗണേഷ് കുമാറിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കണം. ഇപ്പോൾ ബാലേശ്വര സാറുമായി വലിയ അഭിപ്രായ വ്യത്യാസം. ബാലേശ്വര സാർ വളരെ പരസ്യമായി പലതും ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം പ്രതികരിച്ചില്ല. വളരെ സംയമനത്തോടു കൂടി അതിനെല്ലാം നേരിട്ടു. ബാലേശ്വര സാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹവുമായി വളരെ യോജിച്ചു നിന്നുകൊണ്ട് വളരെ തന്ത്രപരമായി അദ്ദേഹത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളും അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും എന്നിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു കൗശലം അദ്ദേഹത്തിനുണ്ട്. NSSനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനവും സുകുമാരൻ നായർ സാറുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പവും, ആ അടുപ്പത്തിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഗണപതി മിത്ത് വിവാദത്തിൽ സുകുമാരൻ നായർ സാർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഗവൺമെൻറ്റിനെതിരായിരുന്നു. പക്ഷേ 3ാമത്തെ ദിവസത്തെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ ഗണേഷ് കുമാർ അതിനെ കർശനമായി എതിർക്കുകയും സുകുമാരൻ സാറിൻ്റെ അഭിപ്രായം മാറ്റേണ്ടിയും വന്നു. 3ാമത്തെ ദിവസം നമ്മൾ കൊണ്ട് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ബാക്കി ഗണേഷ് കുമാർ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നിർണായകമായ സ്വാധീനം ഉണ്ട്. മറ്റൊന്ന്, ഈ ഇടതുപക്ഷ സർക്കാർ ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി വിചാരിച്ചാൽ
24 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നം ഈ സംഘടനയിലുള്ളൂ. അപ്പോൾ വലിയ പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമാണ് കടന്നു പോകുന്നത് നല്ല ബോധ്യം ഇദ്ദേഹത്തിനുണ്ട്. ആ ഗവൺമെന്റിനും ഇദ്ദേഹത്തിനും ഇടയ്ക്കുള്ള ഒരു മീഡിയേറ്ററാണ് ഗണേഷ് കുമാർ. മറ്റൊന്ന്, ഇപ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തിപരമായി ഒത്തിരി ആശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് പക്ഷേ ആളൊരു മിടുക്കനാണ് എന്നൊരു പ്രതീതി അദ്ദേഹത്തിന് ജനിപ്പിക്കാൻ പറ്റും. ഈ സംഘടനയിൽ വന്നാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനും ഗണേഷ് കുമാറും തമ്മിൽ ഒരിക്കൽ പ്രതിനിധിസഭാ യോഗത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മണിക്കുട്ട, ഒരു സംഘടന നന്നായി പോകണമെങ്കിൽ 2 കാര്യം വേണം. ഒന്ന് മാൻ പവർ, മറ്റൊന്ന് മണി പവർ. ആൾശേഷി, സാമ്പത്തിക ശേഷി. NSSനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വേണ്ടുവോളമുണ്ട്. ഇത്രയും ശേഷിയുള്ള മാൻ പവർ ഉള്ള വേറൊരു കമ്മ്യൂണിറ്റി ഇല്ല, ഇത്രയും സമ്പത്തുള്ള വേറൊരു സംഘടനയില്ല. ഇത് രണ്ടും ഉണ്ടായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ദ പ്രോബ്ലം ഈസ് ദി അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ഇതിനകത്ത് നല്ല ബുദ്ധിയുള്ള തലച്ചോറുള്ള ഒരുത്തൻ വന്നാൽ ഇതിനെ നന്നായി കൊണ്ടുപോകാൻ പറ്റും. നേറുപാടോ എല്ലാവരെയും. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ നായർ സമൂഹം 2 കൈയും നീട്ടി സ്വീകരിക്കും. കാരണം ഇന്ന് നമ്മൾ കാണുന്ന നായർ സമൂഹത്തിലെ പുതിയ തലമുറ നല്ല ശേഷിയുള്ള ഒരു വ്യക്തിത്വമാണ് എന്നുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു തിയറിയൊക്കെ ഉണ്ടാകുന്നുണ്ട് സർവീസിലേക്ക്. ചിലപ്പോൾ ഹരികുമാർ കോയിക്കൽ അന്ന് രജിസ്ട്രാർ ആകാം, സംഗീത് കുമാർ അതിൻ്റെ പ്രസിഡന്റ് ആകാം. അങ്ങനെയൊക്കെയുള്ള നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. 3 വർഷമായി പോരാട്ടത്തിലാണ്. ഇതൊരു അന്ത്യം അധികം താമസിയാതെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില അന്ത്യങ്ങളെല്ലാം വലിയ നല്ല സൂര്യോദയങ്ങളുടെ തുടക്കമാവും. അതിനുവേണ്ടി നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.